കോഴിക്കോട് വോട്ടിംഗ് മെഷീൻ സൂക്ഷിച്ച മുറി തുറന്നു എന്ന ആക്ഷേപം. കോഴിക്കോട് വെള്ളിമാട് കുന്നിലെ JDTയിലെ ആണ് അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടി ആ വോട്ടിംഗ് മെഷീന് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ കാവൽ കേന്ദ്രസേന തന്നെയാണ്. ലോക്കൽ പോലീസിനോ മറ്റുള്ളവർക്കോ ആർക്കും അവിടെ സ്ഥാനമില്ല. അതുകൊണ്ട് ഈ മുറി തുറന്നു എന്ന ആക്ഷേപം വളരെ വ്യാപകമായി കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും എത്തിയിരിക്കുന്നു. കേന്ദ്രത്തിലും ആ വിവരങ്ങൾ എത്തിയിട്ടുണ്ട്. പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂമാണ് തുറന്നതെന്ന് പറയുന്നു. ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടി കളക്ടർ അത് നിഷേധിച്ചു. കാരണം കൗണ്ടിങ്ങിൻ്റെ ചില സാധനങ്ങളൊക്കെ അതിനടുത്ത മുറിയിലുണ്ടായിരുന്നു, അവിടെ തുറക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ചാർജ് വോട്ടിംഗ് മെഷീൻ്റെയൊക്കെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർ തന്നെ ആണ് ആ മുറി തുറന്നത്. സ്ട്രോങ് റൂമിനോട് ചേർന്നുള്ള മുറി തുറന്നു എന്ന് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തിനാണ് ഇപ്പോൾ അവിടെ പോയി തുറന്നത്? ആരുടെ ഉത്തരവിലാണ് അത് തുറന്നത്? എന്താവശ്യത്തിന്? കുറേ കടലാസോ അതോ ഇതോ എടുക്കാനുണ്ടെങ്കിൽ ഇങ്ങനൊരു ആക്ഷേപം അത് വരുത്തരുതായിരുന്നു. കാരണം വീണ്ടും അവിടെ ഒരു പോളിംഗ് നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ആക്ഷേപം അത്ര ശക്തമാണ്. അവിടെ മത്സരിച്ച ആ സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരെ രണ്ടുപേരെയും അറിയിച്ച് അവരുടെ സാന്നിധ്യത്തിലാണ് തുറന്നതെന്ന് ഡെപ്യൂട്ടി കളക്ടർ പറയുന്നുണ്ട്. അവിടെ മത്സരിച്ചവരെ ഏജൻറ്റുമാർക്ക് ഒരു 24 മണിക്കൂർ മുമ്പ് നോട്ടീസ് കൊടുത്തില്ല. തുറക്കുന്നതിന് തൊട്ട് മുമ്പ് രാവിലെ 8 മണിക്ക് അവർക്ക് ഫോണിൽ കൂടെ വിളിച്ച് വിവരം പറഞ്ഞു. അവരവിടെ എത്തി. അങ്ങനെയാണ് അതിൻ്റെ വിശദീകരണം ഡെപ്യൂട്ടി കളക്ടർ നൽകുന്നത്. കേന്ദ്രസേനയെ മാത്രം പോകാൻ അനുമതിയുള്ള ആ സ്ട്രോങ് റൂമിൻ്റെ അടുത്ത മുറി തുറക്കാൻ എന്ന വ്യാജേനയാണ് പോയെന്നും പറയുന്നു. ആ കൂടെ സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഈ ഡെപ്യൂട്ടി കളക്ടറും ആൾക്കാരും ഒക്കെ ആ മുറി പോയി തുറന്നു. എന്നാൽ അവിടെ മത്സരിച്ച ഫാത്തിമ തഹ്ലിയ പറയുന്നത് ആ തുറന്ന മുറിയുടെ മുകളിൽ സ്ട്രോങ് റൂമെന്ന് എഴുതി വച്ചിട്ടുണ്ടെന്ന്. താനവിടെ അറിഞ്ഞു ചെന്നപ്പം തന്നെ കയറ്റാൻ അനുവദിച്ചില്ല. അവിടെ മത്സരിക്കുന്ന ഒരാൾ താനാണ്, അതുകൊണ്ട് തനിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് തൻ്റെ സാന്നിധ്യത്തിൽ വേണമായിരുന്നു അവിടെ കയറാൻ. തൻ്റെ ഏജൻറ്റുമാരെ അറിയിച്ചത് തന്നെ 24 മണിക്കൂർ മുമ്പ് ഏജൻറ്റുമാരെ അറിയിക്കണമായിരുന്നു. ഏജൻറ്റുമാരെ അറിയിച്ചാൽ ഏജൻറ്റുമാർ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവരുടെ സ്ഥാനാർത്ഥികളെ അറിയിക്കും. അതുപോലെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട DCCയുടെയോ അല്ലെങ്കിൽ CPMൻ്റെ അതിൻ്റെ ജില്ലാ ലെവലിലുള്ള നേതാക്കന്മാരെ അറിയിക്കും. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വേണം ഇത് തുറക്കാൻ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു ആരോപണം, വളരെ സീരിയസ് ആയ ആരോപണം വന്നു കഴിഞ്ഞു. രാവിലെ 8 മണിക്ക് ശേഷമേ തങ്ങളെ വിവരം അറിയിച്ചുള്ളൂ എന്ന് ഏജൻറ്റുമാരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു കൃത്യമായ അട്ടിമറിയാണ് എന്നൊരു ആക്ഷേപം DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും പറയുന്നു. ഇതൊരു അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. കോഴിക്കോട് JDS സ്കൂളിൽ സജ്ജമാക്കിയിരിക്കുന്ന കേന്ദ്രത്തിലാണ് ഈ സംഭവം. ഈ സ്ട്രോങ് റൂമിൻ്റെ ചേർന്നുള്ളൊരു മുറിയിലെ കൗണ്ടിങ്ങിൻ്റെ ചില സാധനങ്ങളും മറ്റും എടുക്കാൻ്റെ ആവശ്യം വന്നതുകൊണ്ടാണ് അത് തുറന്നതെന്നാണ് ഡെപ്യൂട്ടി കളക്ടറുടെ വിശദീകരണം. എന്തുകൊണ്ടാണ് അന്ന് രാവിലെ കൗണ്ടിങ്ങിൻ്റെ അന്ന് രാവിലെ എടുത്താൽ മതിയായിരുന്നല്ലോ ആ പേപ്പറും മറ്റു കാര്യങ്ങളും. ഇങ്ങനൊരു ആക്ഷേപം, വളരെ സീരിയസ് ആയ ഒരു ആക്ഷേപം ഒരിക്കലും അത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുതായിരുന്നു. അത്ര ബുദ്ധിമോശമല്ലേ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡെപ്യൂട്ടി കളക്ടറോ അല്ല ആരുടെ ഉത്തരവിലാണ് അതിനടുത്ത മുറി. അതേസമയത്ത് അവിടെ മത്സരിച്ച ആ ഫാത്തിമ തഹ്ലിയ പറയുന്നത് തുറന്ന മുറിയുടെ മുകളിൽ എഴുതി വച്ചിട്ടുണ്ട് സ്ട്രോങ് റൂം. ചിലപ്പം ആ സ്ട്രോങ് റൂമിൻ്റെ ഇരുവശത്തുള്ള സ്ട്രോങ് റൂമുകളും അതിൻ്റെ പരിധി വരുന്നതുകൊണ്ട് ചിലപ്പം അതും പൂട്ടിയിട്ടിരിക്കാം. അതൊക്കെ ഇതിൻ്റെ സെക്യൂരിറ്റിക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. ഒരു മുറിയുടെ ഇരുവശത്തുള്ള മുറിയിൽ ആരെ കൂടെ കയറി ഇറങ്ങാമല്ലോ. നമുക്കറിയാവില്ലേ, ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജിയുടെ താമസിക്കുന്നതിന് അടുത്തുള്ള മുറിയിൽ കള്ളനോട്ട് കത്തിച്ച് അല്ലെങ്കിൽ നോട്ട് കത്തിച്ചത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇലക്ഷൻ്റെ ആ കൗണ്ടിങ് മെഷീന് സൂക്ഷിക്കുന്ന മുറിയും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള മുറികളുമൊക്കെ സംരക്ഷണ മേഖലയിൽ തന്നെയാണ് വരുന്നത്. അതുപോയി തുറന്നത് ശരിയായില്ല. എന്തിനായികരണം പറഞ്ഞാലും ആരുടെ സാന്നിധ്യം ഉണ്ടായാലും ശരി, അങ്ങനെ ഒരു ആക്ഷേപം കൊണ്ടുവരാൻ ഇടയുണ്ടാക്കരുതായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ. ഇതേപ്പറ്റി അവിടുത്തെ DCC ആൾക്കാരൊക്കെ വളരെയധികം പരാതികൾ ഇലക്ഷൻ കമ്മീഷനും മറ്റുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇതിലെന്തോ കള്ളക്കളിയുണ്ട്,
സംസ്ഥാന പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവിടെ എന്താ കാര്യം? ഈ സ്ട്രോങ് റൂം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴിലുള്ള സെൻട്രൽ പോലീസല്ലേ അവിടെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ തീർച്ചയായിട്ടും ആരോപണത്തിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആരോപണം വളരെ സീരിയസ് ആയ ആരോപണമാണ്. അതിലേക്കൊരു ഇടയുണ്ടാക്കാതെ പോകുന്നതായിരുന്നു ഉത്തമം. എന്തുകൊണ്ടെന്നാൽ കൗണ്ടിങ് അന്ന് രാവിലെ സ്വല്പം നേരത്തെ വന്നങ്ങ് എടുത്തുകൂടെ? ആ മുറി തുറക്കുന്ന സമയത്ത് തന്നെ ഇതുകൂടെ എടുക്കാമായിരുന്നല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കണ്ടായിരുന്നോ? ഇങ്ങനെ വലിയ സീരിയസ് ആയ ആക്ഷേപം പറയാൻ ഇടയാക്കിയ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് നടപടി എടുക്കേണ്ടത്.